ഞാനിന്നൊരു സങ്കടകരമായ ഒരു വാർത്ത കേട്ടു. ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 21 വയസ്സ് മാത്രമാണ് പ്രായം ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ഇന്ന് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ മാതാവും അവർ രണ്ടുപേരും ചേർന്നുള്ള ക്രൂരമായ പീഡനം. അത് സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ പെൺകുട്ടി രണ്ടാമത് ഗർഭിണിയായത് ഈ ഭർത്താവെന്ന് പറയുന്ന ആ നരാധമന് ഇഷ്ടപ്പെട്ടില്ലത്രേ. അതിനെ തുടർന്നാണ് ഈ ഭർത്താവെന്ന് പറയുന്നവനും അവൻ്റെ ഉമ്മയും കൂടി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയെന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവിന്റെ വീട്ടിലെ പീഡനം, ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടി കൂടി ജീവനൊടുക്കി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ കാരുമാത്ര സ്വദേശി ഫസീലയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ഭർത്താവ് നൌഫൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഗർഭിണിയായ തന്നെ കുറേ നാളായി ഭർത്താവ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുവെന്ന യുവതിയുടെ മൊബൈൽ സന്ദേശം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. കുട്ടി അമ്മയ്ക്ക് അയച്ച സന്ദേശമാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം അഞ്ജുരാജിലേക്ക്. ആ പെൺകുട്ടി അവസാനമായി മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഉമ്മയോട് അയച്ച ആ മെസ്സേജുകളൊന്ന് കാണണം. ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോകും. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൌഫലിൻ്റെ വയറ്റിൽ കുറെ ചവിട്ടി, കുറെ ഉപദ്രവിച്ചു. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിൻ്റെ കഴുത്തിന് പിടിച്ചു. നൌഫൽ നുണ പറഞ്ഞു. ഇവിടുത്തെ ഉമ്മ എന്നെ തെറിവിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്. എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും. അസ്സലാമു അലൈക്കും. എൻ്റെ കൈയൊക്കെ നൌഫൽ പൊട്ടിച്ചു. പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. ഇത്തരത്തിൽ മുറിഞ്ഞ വാക്കുകളിൽ പലപ്പോഴായിട്ടാണ് ഫസീല എന്ന് പറയുന്ന പാവം പെൺകുട്ടി തൻ്റെ ഉമ്മയ്ക്ക് മെസ്സേജ് അയച്ചത്. നോക്കി, ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷമായെന്ന് പറയുന്നു. അതിലൊരു കുട്ടി കൂടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 8-10 മാസം മാത്രമേ പ്രായമുള്ളൂ. അതിനിടയിലാണ് ഈ പെൺകുട്ടി രണ്ടാമത് ഗർഭിണിയാവുന്നത്. അത് ഈ നരാധമനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവൻ എത്രത്തോളം മണ്ടനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയാകാനുള്ള കാരണം അവൻ തന്നെയാണ്. ഒരു പെൺകുട്ടി സ്വയം അങ്ങനെ ഗർഭിണിയാവില്ലല്ലോ. ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ, പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴാണ് കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക. അല്ലെങ്കിൽ കുഞ്ഞ് തൽക്കാലത്തേക്ക് വേണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. ഇതൊന്നും ചെയ്യാതെ ആ പെൺകുട്ടിയുമായി ബന്ധത്തിലേർപ്പെട്ടിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം പിന്നീട് ഗർഭിണിയായ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ഭർത്താവെന്ന് പറയുന്ന ഈ നരാധമൻ എത്ര വെട്ടിയാണ്. ഇനി അതുപോട്ടെ, മരുമകളെ അടിക്കാൻ വേണ്ടി തൻ്റെ മകനോടൊപ്പം കൂട്ടുനിന്ന ആ സ്ത്രീയുണ്ടല്ലോ, ആ സ്ത്രീക്ക് പോലും വിവരമില്ലാതായി പോയി എന്നുള്ളതാണ്. നോക്കൂ, വലിയൊരു ക്രൂരമായ പീഡനങ്ങൾക്കാണ് ആ പെൺകുട്ടി ഇരയായത്. ഗർഭിണിയായ പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടിയെന്നാണ്. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കൈകളൊക്കെ ഒടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അവസാനം ആ പെൺകുട്ടിക്ക് ഒട്ടും സഹിക്കാൻ കഴിയാതെ വീടിൻ്റെ ടെറസിൽ കയറി ആത്മഹത്യ ചെയ്യുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഈ ഭർത്താവെന്ന് പറയുന്ന നരാധമനെയും അവൻ്റെ ഉമ്മയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തങ്ങ് വെറുതെ വിട്ടാൽ പോരാ, തക്കതായ ശിക്ഷ, അർഹമായ ശിക്ഷ അവനും അവൻ്റെ കൂടെ ഇതിനു വേണ്ടി കൂട്ടുനിന്ന ആ ഉമ്മയ്ക്കും കിട്ടേണ്ടതുണ്ട്. നോക്കി, ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധു ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ഭർത്തൃ വീട്ടില് ഡെയിലി പല പ്രശ്നങ്ങളും ഉമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവും, ഇവന്റെ ഭാഗത്തുനിന്നും തല്ലും ഇതൊക്കെ ആയിരുന്നു വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷെ നമ്മ അതൊന്നും കാര്യമാക്കിയില്ല. എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ. അതങ്ങനെ ആക്കി മാറ്റിയതാണ് ഏറ്റവും വലിയ വിഷയങ്ങളായി മാറിയത്. ഇപ്പൊ നേരത്തെ അറിഞ്ഞിരുന്നു നമ്മൾ എന്തെങ്കിലും? അപ്പൊ ചെറുതായിട്ട് നമ്മ ഇതല്ല, അവര് അത്ര സീനാക്കിയില്ല. കുടുംബം തമ്മിൽ അകന്നു പോകണ്ടെന്ന് വെച്ചിട്ട് അവരെ പിന്നെയും കൂട്ടിച്ചേർക്കാനുള്ള നമ്മളെ ഒരു ഇത്. കുഴപ്പമില്ല മോളെ, അതൊന്നും എല്ലാ വീട്ടിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മ സമ്മാനിക്കായിരുന്നു അവരെ. അതാണ് ഏറ്റവും വലിയ നമുക്ക് ദോഷം ചെയ്തത്. നോക്കൂ, ഇവിടെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. ആ പെൺകുട്ടി പലപ്പോഴായി തൻ്റെ ഉമ്മയോടും വീട്ടുകാരോടും താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നിരന്തരമായി പലപ്പോഴായി പറഞ്ഞിരുന്നു. പക്ഷേ ആ വീട്ടുകാർ അതിനെ വലിയ രീതിയിൽ ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവുമൊക്കെ ആകുമ്പോൾ പരസ്പരം അടിയൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സഹകരിച്ച് മുന്നോട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവസാനം സംഭവിച്ചതോ, ആ മാതാവിന് വർഷങ്ങളായി പോറ്റി വളർത്തിയ തൻ്റെ മകളെ നഷ്ടപ്പെട്ടു. പലപ്പോഴായും കണ്ടുവരുന്നൊരു പ്രവണതയാണിത്. പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ
പലപ്പോഴും ഉമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ സഹകരിച്ചൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പലപ്പോഴും അവരെ സമാധാനിപ്പിക്കാറാണ് പതിവ്. നോക്ക്, നമ്മുടെ പെൺമക്കൾ ഇത്തരത്തിൽ വളരെയധികം സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതെ നമ്മൾ ചെന്നുകൊണ്ട്, ഈ ഫോണിൽ കൂടി അല്ലാതെ നേരിട്ട് ചെന്നുകൊണ്ട് അവരെ കാണുകയും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ് എന്നുള്ളത് അവരോട് സംസാരിച്ച് അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അല്ലാതെ ഫോണിൽ കൂടിയാകരുത്. നേരിട്ട് സംസാരിക്കുമ്പോഴേ അവരുടെ ആ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചില സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ചെക്കൻ വന്ന് താമസിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണ് ചെക്കൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുക. ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കൻ വന്ന് താമസിക്കുന്നത് എങ്കിൽ പെണ്ണിന് കുറച്ചുകൂടി സെക്യൂർ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം, കുറച്ചുകൂടി അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകും. എന്നാൽ നേരെ മറിച്ച് അങ്ങനെയല്ല. ഒരു പെണ്ണ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വിട്ട് മാറി നിൽക്കുമ്പോൾ, അവർക്ക് അവിടെ പ്രയാസം അനുഭവിക്കുമ്പോൾ, അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും തുറന്നു പറയാൻ ആരുമില്ലാതെ വരുമ്പോൾ അവർ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവസാനം അവർ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സേഫായിട്ടുള്ളത് ഭാര്യയുടെ വീടും വേണ്ട, ഭർത്താവിൻ്റെ വീടും വേണ്ട, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് സെപ്പറേറ്റായി ഒരു വീടെടുത്ത് താമസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേക്കും കുറേ പ്രശ്നങ്ങൾ അവിടെ ഒഴിവാവുകയാണ്. വീട്ടുകാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഇത്തരം കേസുകളിൽ ഉണ്ടാകാറില്ല. നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങളെ തടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നോക്കൂ, എത്ര ആത്മഹത്യകൾ നിരന്തരമായി കൊണ്ട് പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി കൊണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ, അതും ഭർത്താവിൻ്റെ ആക്രമണം, പീഡനം മൂലം ആത്മഹത്യ ചെയ്തതിൻ്റെ വാർത്തകൾ എണ്ണം നാം കേട്ടു. എന്നാൽ പെൺകുട്ടികളുടെ ഇത്തരം ആത്മഹത്യാ വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും അവർ അവരുടെ പെൺമക്കളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ മകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ ബന്ധം വേർപെടുത്തുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ആകെ മാർഗമെന്ന് പറയുന്നത്. അല്ലാതെ അവരെ മരണത്തിനങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല: ആത്മഹത്യ അതൊരിക്കലും ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എത്ര തന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആത്മഹത്യ മാത്രം ഒരിക്കലും ചെയ്യരുത്. കാരണം അത് ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് എത്രത്തോളം അപകടമാണ് എന്നുള്ളതിനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും കൃത്യമായി വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ആത്മഹത്യ ചെയ്യരുത്.